ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ബ്രോക്കോളിയും എഗ്ഗും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ബ്രോക്കോളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത് മുഴുവനായിട്ടും എടുക്കുന്നില്ല കേട്ടോ, ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ഇത്തിരി നേരം ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഇതെല്ലാം പുഴുക്കളോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു 6-7 മിനിറ്റ് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയുടെ ഒരു പകുതി കഷ്ണം ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രോക്കോളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേ പാകത്തിലാക്കിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, അതൊക്കെ എരിവിന് ആവശ്യമായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത്തിരി എരിവൊക്കെ വേണ്ടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും എരിവ് കുറച്ചൊക്കെ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തത് ഈ ഒരു പാകത്തിലായിക്കഴിഞ്ഞാൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സോസ് പാനിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്തിരി ഒന്ന് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിൽ ചെയ്തെടുക്കുന്നത്. ഫ്രൈ പാനിലൊക്കെ ഒഴിച്ചിട്ട് ഓംപ്ലേറ്റൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 8 മിനിറ്റോളം ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്ര തന്നെ ടൈം എടുക്കുന്നുണ്ട് ഇതൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ തന്നെ നമുക്കിതാ മനസ്സിലാകും സംഭവം നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട്. മുകൾ ഭാഗമൊന്നും പറ്റിപ്പിടിക്കുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ബ്രോക്കോളിയൊക്കെ തോരനൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചില ടൈമിൽ കുട്ടികളൊന്നും കഴിക്കില്ല. പക്ഷേ ഇതേ രീതിയിലൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കും കേട്ടോ. ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട് ആ ഒരു ചൂടോടുകൂടെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ അത്ര കങ്ങ് പോരാ, ഒരു ബ്രോക്കോളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് പോലെ ഉണ്ടാകും. അപ്പോൾ ചൂടോടുകൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്